ഒരു മൈക്ക് കണ്ടാൽ എന്ത് പൊട്ടത്തരവും വിളിച്ചു പറയാം എന്നത് ഒരു കോൺഗ്രസ്സുകാരന്റെ ഒരു അടിസ്ഥാന യോഗ്യതയാണ് എന്ന് പറയാം. അതിന് രാഹുൽ ഗാന്ധി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഇനി സുധാകരനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ പിന്നെ വി ഡി സതീശന് മാത്രം അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരിക്കലും പറ്റില്ലല്ലോ. പുള്ളിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് വലിയ കഴമ്പൊന്നും കാണില്ല എന്ന് പറയുന്ന സതീശനും അറിയാം, കേട്ട് നിൽക്കുന്ന ജനങ്ങൾക്കും അറിയാം. സതീശനായതുകൊണ്ട് തന്നെ ആ വിലയ്ക്ക് അത് ആൾക്കാർ എടുക്കാറുള്ളൂ. അതിന് ചെറുപ്പക്കാരായ യുവ നേതാക്കളും അത് ഏറ്റുപിടിക്കാൻ കോൺഗ്രസിൽ ഉണ്ട് എന്നുള്ളതിൽ അഭിമാനിക്കാൻ സാധിക്കും. രാഹുൽ മാങ്കൂട്ടവും ഒക്കെ ആ പാരമ്പര്യം കളയാണ്ട് മണ്ടത്തരങ്ങൾ സ്റ്റേജിൽ വന്നിരുന്ന് വിളമ്പാറുമുണ്ട്. രണ്ടാം LDF സർക്കാരിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് പണം നൽകി എന്നുള്ള ഒരു പുതിയ ആരോപണത്തിൽ തെളിവ് ഹാജരാക്കാൻ സാധിക്കാതിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആവർത്തിക്കുന്ന സതീശൻ മാധ്യമപ്രവർത്തകർ തെളിവ് ചോദിക്കുമ്പോൾ മലക്കം മറിയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വി ഡി സതീശൻ തന്നെ ഇതിൽ പരിഹാസ്യനാകുമെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുള്ള കാര്യമായിരുന്നു. ആലപ്പുഴയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ നേതാവ് സർക്കാരിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് പണം നൽകി എന്നുള്ള ആരോപണം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് ആരോപണത്തിന്റെ തെളിവ് തന്റെ പക്കലുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാദം തന്നെ. ഇന്ന് ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് പക്ഷെ ഇതുവരെ തെളിവ് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അതേക്കുറിച്ച് ചോദിക്കുമ്പോഴാണെങ്കിൽ മലക്കം മറിയുന്നതാണ് ഇന്നും കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി വിഷയത്തിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. വി ഡി സതീശൻ തന്നെ ഇതിൽ പരിഹാസ്യനാകുമെന്ന് മുഖ്യമന്ത്രി അന്ന് പ്രതികരിക്കുകയായിരുന്നു. അതാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് വസ്തുത. കാരണം സംസ്ഥാന സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന പതിവ് സർക്കാരിന്റെ വാർഷികത്തിനും തെറ്റിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിന്റെ പതിവ് ആരോപണങ്ങൾക്കുണ്ടാവുന്ന അന്ത്യം ഇതിനും ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ.